കൊമ്പുകോർത്ത് അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരനും കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനും. റെജി ചെറിയാൻ കള്ള് കച്ചവടക്കാരനെന്ന് ജി സുധാകരൻ. സുധാകരൻ രാജാവ് ചമയണ്ടെന്ന് റെജി ചെറിയാൻ. UDF ചേരിയിലെ എം.എൽ.എമാർ ചെളി വാരിയെറിയുന്നതിൽ ഭരണകക്ഷിയിലും പ്രതിഷേധം. കനത്ത ജനകീയ പ്രശ്നങ്ങൾക്ക് നടുവിലും ജനപ്രതിനിധികൾ തമ്മിലുള്ള പ്രോട്ടോകോൾ പോരും വ്യക്തിപരമായ ചെളിവാരി എറിയലും രാഷ്ട്രീയ കേരളത്തിന് പുതിയ കാഴ്ചയല്ല. എന്നാൽ ഒരു മുന്നണിയിൽപ്പെട്ട 2 MLA-മാർ അത്തരത്തിൽ ഏറ്റുമുട്ടുന്നത് സമീപകാലത്ത് അത്ര പരിചിതവുമല്ല. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തോട്ടപ്പള്ളി സ്പിൽവേയും പൊഴിയും സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ MLA ജി സുധാകരനും കുട്ടനാട് MLA റെജി ചെറിയാനും തമ്മിൽ ഉടലെടുത്ത പുതിയ വാക്പോര് ജനാധിപത്യ കേരളത്തിന് തന്നെ ഒരപവാദമായി മാറിയിരിക്കുകയാണ്. പൊതുപ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ പുലർത്തേണ്ട പക്വതയെയും അതിർവരമ്പുകളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത്. അതിർത്തി ലംഘനവും സമ്പത്തിന്റെ അഹങ്കാരവും എന്നാണ് ജി സുധാകരൻ ഇതിനെതിരെ തുറന്നടിച്ചത്. തന്റെ മണ്ഡലത്തിൽ മുൻകൂട്ടി അറിയിക്കാതെ സന്ദർശനം നടത്തിയ UDF MLA-യായ റെജി ചെറിയാനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചാണ് മുതിർന്ന മുൻ CPM നേതാവും അമ്പലപ്പുഴ MLA-യുമായ ജി സുധാകരൻ രംഗത്തെത്തിയത്. പൊതുവേദിയിൽ വെച്ച് റെജി ചെറിയാനെ സമ്പത്തിന്റെ അഹങ്കാരമാണെന്ന മട്ടിൽ അദ്ദേഹം കടന്നാക്രമിക്കുകയായിരുന്നു. ഒരു MLA മറ്റൊരു MLA-ക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നുമാണ് ജി സുധാകരൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ പാരമ്പര്യത്തെയും വ്യക്തിപരമായ ബിസിനസ് പശ്ചാത്തലത്തെയും കൂട്ടിയിണക്കിയായിരുന്നു സുധാകരന്റെ പരിഹാസം. റെജി ചെറിയാന്റെ ഉടമസ്ഥതയിലുള്ള ബാർ ഹോട്ടലിനെ പരാമർശിച്ചുകൊണ്ട് ഞാൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് എന്നോട് സ്നേഹം കാണില്ല എന്നതടക്കമുള്ള കടുത്ത വ്യക്തിപരമായ പരാമർശങ്ങളും സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ സ്പിൽവേയിലെ കരിമണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ലോറികൾ വഴിമാറിപ്പോകുന്നുവെന്ന കള്ളക്കടത്ത് ആരോപണവും സുധാകരൻ ഉന്നയിച്ചു. സുധാകരന്റെ കടുത്ത വ്യക്തിഹത്യയ്ക്കും പ്രോട്ടോകോൾ വാദങ്ങൾക്കും അതേ നാണയത്തിലാണ് കുട്ടനാട് MLA റെജി ചെറിയാൻ മറുപടി നൽകിയത്. ജി സുധാകരൻ ഇപ്പോഴും CPM-ലാണ്, അല്ലെങ്കിൽ പഴയ മന്ത്രി പദവിയിലാണ് എന്ന് സ്വയം കരുതുകയാണെന്ന് റെജി ചെറിയാൻ പരിഹസിച്ചു. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തനിക്ക് മണ്ഡല അതിർത്തികൾ നോക്കാതെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ദുരിതവുമായി ബന്ധപ്പെട്ട തോട്ടപ്പള്ളിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പൂർണ്ണ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. വകുപ്പ് എഞ്ചിനീയറെ കൂട്ടിയാണ് താൻ സന്ദർശനം നടത്തിയതെന്നും തുടർ നടപടികൾ അമ്പലപ്പുഴ MLA-യെ അറിയിച്ച് സംയുക്ത യോഗം ചേരാനിരിക്കെയാണ് ഈ വിവാദമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻപ് സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയത് എങ്ങോട്ടേക്കാണെന്ന് അന്ന് ഭരിച്ചവർക്ക് അറിയാമെന്ന തിരിച്ചടിയും റെജി ചെറിയാൻ നൽകുകയുണ്ടായി. ആരും MLA-മാരുടെ രാജാവാകാൻ ശ്രമിക്കേണ്ട, അതിന് നിന്നുകൊടുക്കില്ല എന്നും റെജി ചെറിയാൻ തുറന്നടിച്ചു. ഈ 2 ജനപ്രതിനിധികളുടെയും വാക്പോര് സൂക്ഷ്മമായി പരിശോധിച്ചാൽ പരമ്പരാഗത രാഷ്ട്രീയ അഹംഭാവവും മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും തമ്മിലുള്ള ഒരു സംഘട്ടനം ഇതിൽ വ്യക്തമായി കാണാൻ കഴിയും. തോട്ടപ്പള്ളി സ്പിൽവേ എന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണെങ്കിലും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക നിയന്ത്രണവുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. കുട്ടനാട് MLA എന്ന നിലയിൽ അവിടുത്തെ സാഹചര്യം വിലയിരുത്താൻ റെജി ചെറിയാൻ പോയതിനെ പൂർണ്ണമായും തെറ്റു പറയാനാകില്ല. എന്നിരുന്നാലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ അമ്പലപ്പുഴ MLA-യെ ഒരു ഫോൺ കോളിലൂടെയെങ്കിലും വിവരമറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രോട്ടോകോൾ തർക്കം ഒഴിവാക്കാമായിരുന്നതാണ്. സന്ദർശനത്തിൽ രാഷ്ട്രീയ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതേസമയം സുധാകരന്റെ പ്രതികരണം തികഞ്ഞ രാഷ്ട്രീയ പക്വതയില്ലായ്മ ആയിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുക എന്നതിൽ സംശയമില്ല. കാരണം പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ജി സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് ഒരു പൊതുവേദിയിൽ വെച്ച് സഹപ്രവർത്തകന്റെ ബാർ ബിസിനസിനെ കുറിച്ചും വെള്ളമടിയെക്കുറിച്ചും സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പദവിക്ക് ഒട്ടും ചേർന്നതായില്ല. രാഷ്ട്രീയപരമായ വിയോജിപ്പുകളെ വ്യക്തിഹത്യയിലേക്ക് തരം താഴ്ത്തുന്നത് രാഷ്ട്രീയ ജീർണതയുടെ ലക്ഷണമാണ്. കരിമണൽ കള്ളക്കടത്തിനെക്കുറിച്ചും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെക്കുറിച്ചും ഇരു നേതാക്കളും പരസ്പരം പഴിചാരുന്നുണ്ട്. കരിമണൽ ലോറികൾ വഴി മാറിപ്പോകുന്നുവെന്ന് അമ്പലപ്പുഴ MLA പറയുമ്പോൾ മുൻപ് സുധാകരന്റെ കാലത്താണ് അഴിമതി നടന്നതെന്ന് കുട്ടനാട് MLA ആരോപിക്കുന്നു. പരസ്പരം പഴിചാരി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് പകരം ജനപ്രതിനിധികൾ എന്ന നിലയിൽ എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ നിയമപരമായോ ഭരണപരമായോ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നു. മഴക്കാലം മുന്നിലെത്തി നിൽക്കെ തോട്ടപ്പള്ളിയിലെയും കുട്ടനാട്ടിലെയും ജനങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ്. സ്പിൽവേയിലെ തകരാറിലായ ഷട്ടറുകൾ നന്നാക്കാനും
കരിമണൽ കൊള്ള തടയാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ തങ്ങളുടെ അതിർത്തി തർക്കങ്ങളുടെയും ഈഗോയുടെയും പേരിൽ തെരുവിൽ വാക്പോര് നടത്തുന്നത് തികച്ചും അപലപനീയമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട തോട്ടപ്പുഴ സ്പിൽവേ സന്ദർശിക്കുകയും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയാണ് കുട്ടനാട് MLA ചെയ്തത്. അതിനു മുമ്പ് സ്ഥലം MLAയെ വിളിച്ച് വിവരങ്ങൾ ആരായുന്നതും തന്റെ സന്ദർശനം അദ്ദേഹത്തെ അറിയിക്കുന്നതും പ്രാഥമിക മര്യാദയാണ്. എന്നാൽ MLA റെജി ചെറിയാൻ അതിന് തയ്യാറായില്ല എന്നു മാത്രമല്ല, ജി സുധാകരൻ കരിമണൽ കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന വിധത്തിൽ ചെളി വാരി എറിയുകയും ചെയ്തു. സുധാകരൻ രാജാവാകണ്ട എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തു. അതേസമയം ജി സുധാകരനാകട്ടെ വിഷയത്തെ വളരെയധികം വഷളാക്കുകയും ചെയ്തു. സ്വന്തം മുന്നണിയിലെ ഒരു ജനപ്രതിനിധിയെ അത്യധികം രൂക്ഷ ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ് ജി സുധാകരൻ ചെയ്തത്. കള്ളുകച്ചവടക്കാരൻ എന്ന് ഒരു MLAയെ ഒരു നാടുവാഴിയുടെ ധാർഷ്ട്യത്തോടെ അധിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹം. MLAമാരുടെ വാക്പോര് വിവാദമായതോടെ ഇപ്പോൾ തന്റെ ഭാഷ്യം ലഘൂകരിക്കാനാണ് ജി സുധാകരൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചത് സ്വന്തം മണ്ഡലത്തിന്റെ അതിർത്തി കാക്കാനല്ല, മറിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള വികസന രാഷ്ട്രീയം നയിക്കാനാണെന്ന് ഇരു നേതാക്കളും തിരിച്ചറിയേണ്ടതുണ്ട്.